ഇന്ത്യയുമായി കൊമ്പ് കോർക്കാൻ തയ്യാറായി നിൽക്കുന്ന പാകിസ്ഥാന് അവരുടെ ആയുധപ്പുരയിൽ വേണ്ടത്ര ആയുധങ്ങൾ പോലും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനിയിപ്പോൾ ടൺ കണക്കിന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാമെന്ന് കരുതിയാൽ തന്നെ അതിനുള്ള സാമ്പത്തികവുമില്ല. ഇതാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ തന്നെ 96 മണിക്കൂർ ഉയർന്ന തീവ്രതയുള്ള പോരാട്ടത്തിനാവശ്യമായ പീരങ്കി വെടിക്കോപ്പുകൾ മാത്രമാണ് നിലവിൽ പാകിസ്ഥാന്റെ കയ്യിലുള്ളത്. അത് കഴിഞ്ഞാൽ ആയുധപ്പുര കാലി. മെയ് 2 നടന്ന സ്പെഷ്യൽ കോർപ്സ് കമാൻഡർമാരുടെ സമ്മേളനത്തിൽ ഈ വിഷയം വലിയ രീതിയിൽ തന്നെ ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പാകിസ്ഥാൻ സൈന്യം പീരങ്കി വെടിക്കോപ്പുകളുടെ കടുത്ത ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഹ്രസ്വകാല സംഘർഷം പോലും നിലനിർത്താനുള്ള അവരുടെ കഴിവിനെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ന്യൂഡൽഹിക്കും ഇസ്ലാമാബാദിനും ഇടയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് വാർത്താ ഏജൻസിയായ ANAയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 96 മണിക്കൂർ ഉയർന്ന തീവ്രതയുള്ള പോരാട്ടത്തിന് ആവശ്യമായ പീരങ്കി വെടിക്കോപ്പുകൾ നിലവിൽ പാകിസ്ഥാന്റെ പക്കലുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. പക്ഷേ അതുവരെയും പാകിസ്ഥാൻ പോകുമോ എന്നുള്ളത് സംശയമാണ്. കാരണം അതിനെയൊക്കെ നിഷ്പ്രഭമാക്കാൻ സാധിക്കുന്ന അത്യാധുനിക ആയുധ സംവിധാനങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതും പാകിസ്ഥാൻ കേട്ട് കേൾവി പോലും ഇല്ലാത്തത്. നിലവിൽ പാകിസ്ഥാന്റെ ആയുധക്ഷാമം രാജ്യത്തിന് സൈനിക സ്ഥാപനത്തിനുള്ളിൽ ആശങ്ക ഉയർത്തുന്നു. ആഗോളതലത്തിൽ ആവശ്യകത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ അടുത്തിടെ ഉക്രൈനിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്തതാണ് ഈ ക്ഷാമത്തിന് പ്രധാന കാരണം. പ്രത്യേകിച്ച് 155mm പീരങ്കി ഷെല്ലുകൾ. ഈ ഇടപാടുകൾ സാമ്പത്തികമായി ലാഭകരമായി തോന്നുമെങ്കിലും അവ പാകിസ്ഥാന്റെ തന്ത്രപരമായ കരുതൽ ശേഖരം ഇല്ലാതാക്കിയതായും അതിൻ്റെ M109 ഹോവിറ്റ്സറുകളും BM-21 റോക്കറ്റ് സംവിധാനങ്ങളും ഗണ്യമായി കുറഞ്ഞതായും റിപ്പോർട്ടുണ്ട്. അതായത് വലിയൊരളവിൽ കുറവ് പാകിസ്ഥാന് സംഭവിച്ചത് മാത്രമല്ല, രാജ്യത്തെ പ്രധാന യുദ്ധോപകരണ നിർമ്മാതാക്കളായ പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയുടെ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഇതുവരെയായിട്ടും സാധിക്കുന്നില്ല. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നുവെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും കാലഹരണപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും മന്ദഗതിയിലുള്ള ഉൽപ്പാദന നിരക്കുകളും ആഭ്യന്തര ആവശ്യങ്ങൾ പോലും നിറവേറ്റുന്നതിൽ നിന്ന് POAFനെ തടഞ്ഞുവെന്ന് റിപ്പോർട്ടിൽ ഉദ്ധരിച്ചു പറയുന്നുണ്ട്. വളരെ കുറച്ചു കാലത്തേക്കുള്ള സാമ്പത്തിക നേട്ടം തേടുന്നത് ദീർഘകാലത്തേക്കുള്ള തന്ത്രപരമായ നീക്കത്തിന് ആഴത്തിലുള്ള മുറിവ് വരുത്തിയിട്ടുണ്ട് എന്ന ഒരു മുതിർന്ന പ്രതിരോധ വിശകലന വിദഗ്ധൻ ANAയോട് പറയുന്നു. സ്വന്തം കരുതൽ ശേഖരം സുരക്ഷിതമാക്കുന്നതിൽ പരാജയപ്പെടുന്നതിനോടൊപ്പം കയറ്റുമതി ചെയ്യാനുള്ള പാകിസ്ഥാന്റെ തീരുമാനത്തെ ഒരു പ്രധാന തന്ത്രപരമായ മണ്ടത്തരമാണെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. കുതിച്ചുയരുന്ന പണപ്പെരുപ്പം, ചുരുങ്ങുന്ന വിദേശ കരുതൽ ശേഖരം, വർദ്ധിച്ചു വരുന്ന കടം എന്നിവയാൽ അടയാളപ്പെടുത്തിയ പാകിസ്ഥാന്റെ നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നു. ഈ നിയന്ത്രണങ്ങൾ സൈന്യത്തെ പരിശീലന അഭ്യാസങ്ങൾ കുറയ്ക്കാനും റേഷൻ കുറയ്ക്കാനും ഇന്ധനക്ഷാമം കാരണം ആസൂത്രിതമായ യുദ്ധ ഗെയിമുകൾ റദ്ദാക്കാനും നിർബന്ധിതരാക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. പക്ഷേ സംഘർഷ സാധ്യത മുൻകൂട്ടി കണ്ട് പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിക്ക് സമീപം പുതിയ ആയുധശേഖരങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും അവ നിറയ്ക്കാൻ മതിയായ ആയുധശേഖരമില്ലാത്തതിനാൽ ഈ നടപടികളുടെ തന്ത്രപരമായ നേട്ടം വളരെ നിസ്സാരമായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ പ്രതിസന്ധിയുടെ അങ്ങേ അറ്റമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇന്ത്യയുടെ തിരിച്ചടി ഏത് വിധത്തിലായിരിക്കും എന്നുള്ള ഭയം പാകിസ്ഥാനെ വല്ലാതെ അലട്ടുന്നുണ്ട്. മാത്രമല്ല, ചെനാബ് നദിയിലെ വെള്ളം വറ്റിയത് വരൾച്ച പാകിസ്ഥാനിലെ കൃഷിയിടങ്ങളെ വല്ലാതെ ബാധിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാകും പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയുക? പാകിസ്ഥാൻ്റെ തന്നെ പട്ടാള മേധാവി എങ്ങോട്ട് പോയി, ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ പോകുന്നത്. പാക് പ്രധാനമന്ത്രി ഇപ്പോൾ ആശുപത്രിയിലാണ്. അദ്ദേഹത്തിന് ചില അസുഖങ്ങൾ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹവും പാകിസ്ഥാനിലുണ്ടോ, മുങ്ങിയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിരവധി ആയുധ ശേഖരം ഇന്ത്യക്കുണ്ട്. പല രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ വാങ്ങിയതും തദ്ദേശീയമായി ഇന്ത്യ നിർമ്മിച്ചെടുത്തതും ഒക്കെയായ ആയുധങ്ങൾ. ഫ്രാൻസിൽ നിന്ന് കരാർ ഒപ്പിട്ട് ആയുധം വാങ്ങുന്നതിന്
കരാർ ഒപ്പിട്ടിരുന്നു. എന്നാൽ അത് പെട്ടെന്ന് തന്നെ ആയുധങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല മേധാവിയും വ്യോമസേന മേധാവിയുമൊക്കെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. പ്രധാനമന്ത്രി റഷ്യയിലേക്ക് പോകുന്ന ചടങ്ങ് മാറ്റിവെക്കുന്നു. രാഷ്ട്രപതിയോട് സൈനികരുടെ അധിപയായ രാഷ്ട്രപതിയോട് ഡൽഹിയിൽ തന്നെ തങ്ങാൻ പറയുന്നു. പ്രതിരോധ മന്ത്രി പറയുന്നു അടിക്ക് തിരിച്ചടി തന്നെയാണ് എന്ന് പറയുന്നു. പ്രതിരോധ മന്ത്രിയും ഡൽഹിയിൽ തങ്ങാൻ പറയുന്നു. അമിത്ഷായുമൊക്കെയുള്ള ഒരു കൂടിക്കാഴ്ച. ഡോവൽ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നു. നേരത്തെ പുൽവാമയിലും ബലാക്കോട്ടിലും 11-12 ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചടി നൽകിയിട്ടുണ്ട്. ആ തിരിച്ചടിക്കായി ഇന്ത്യ കാത്തിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഒരു BSF ജവാനെ പാകിസ്ഥാൻ പിടിച്ചുകൊണ്ടുപോയി വിലപേശാൻ എന്ന് വിചാരിച്ച് ഡിമാൻഡുകൾ വയ്ക്കാം എന്ന് വിചാരിച്ചൊക്കെയായിരുന്നു പാകിസ്ഥാൻ ഇരുന്നത്. പക്ഷേ തിരിച്ച് പാകിസ്ഥാൻ്റെ ഒരു പട്ടാള ക്യാമ്പിലേക്ക് അതിർത്തി കടന്ന് അവരുടെ പട്ടാള ക്യാമ്പിലേക്ക് കയറിക്കൊണ്ട് പാകിസ്ഥാൻ്റെ ഒരു സൈനികനെ നമ്മൾ പിടിച്ചുകൊണ്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും പാകിസ്ഥാന് പരാജയം സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. നയതന്ത്രപരമായ പ്രഹരം നമ്മൾ ആദ്യം പാകിസ്ഥാന് നൽകി. സിന്ധു നദീജല കരാർ റദ്ദാക്കിക്കൊണ്ട് താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് ഒരു പ്രഹരം നൽകി. അത് വലിയ രീതിയിൽ പാകിസ്ഥാനെ ബാധിച്ചു. പിന്നീട് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രകോപനപരമായ പല വാക്കുകളും പ്രസ്താവനകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഒരു തരത്തിലും ഇന്ത്യക്കെതിരെ അടങ്ങിയിരിക്കില്ല. 130 ആണവായുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. ആ 130 ആണവായുധങ്ങളും ഞങ്ങൾ പ്രയോഗിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇന്ത്യ തുനിഞ്ഞിറങ്ങിയാൽ അതിനപ്പുറം ഞങ്ങൾ പ്രവർത്തിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീരവാദങ്ങൾ മുഴക്കുകയാണ് പാകിസ്ഥാൻ. പക്ഷേ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം തുടങ്ങിയിരിക്കുന്നു. പാകിസ്ഥാൻ്റെ പല നഗരങ്ങൾ ബലൂചിസ്ഥാൻ അടക്കം പിടിച്ചെടുക്കുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെയൊക്കെ കയറി പാകിസ്ഥാൻ്റെ നഗരങ്ങൾ പിടിച്ചെടുക്കുന്നു. അപ്പോൾ ഒരു യുദ്ധമുണ്ടായാൽ 96 മണിക്കൂറിനപ്പുറം ആ യുദ്ധത്തെ, ഇന്ത്യയോടുള്ള യുദ്ധത്തെ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പല നേതാക്കളും മുങ്ങിയിരിക്കുന്നത്. 5000-ഓളം പാക് സൈനികർ രാജിവെച്ചു പോയത്. 300-ഓളം പാക് ഉദ്യോഗസ്ഥർ രാജിവെക്കുന്നു. പലരും ലീവ് എടുത്ത് പോകുന്ന അവസ്ഥ. അങ്ങനെ പാകിസ്ഥാൻ മൊത്തത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഒരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ 4ആയോ 5ആയോ വേർപിരിയാം. ആ സ്ഥിതി ഉണ്ടായാൽ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താകും? ഇതൊക്കെ വരുത്തി വച്ചത് പാകിസ്ഥാൻ്റെ യുദ്ധക്കൊതിയാണ്. ഇന്ത്യയോടുള്ള വലിയ ശത്രുതാ മനോഭാവവുമാണ്. പാക് പട്ടാള മേധാവി പറഞ്ഞ ചില വാക്കുകൾ, പാക് പട്ടാള മേധാവിയുടെ നേതൃത്വത്തിലുണ്ടായ ചില പദ്ധതികൾ, അതൊക്കെ വിനയായത് പാകിസ്ഥാന് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.